what's that one song you guys listen to before the workout? നിങ്ങളെല്ലാവരും വർക്കൗട്ടിന് മുന്നേ നല്ല ഹൈപ്പ് കിട്ടാൻ വേണ്ടി ലിസൺ ചെയ്യണം മ്യൂസിക് ഏതാ? ഡ്രോപ്പ് ദാറ്റ് ഇൻ ദ കമന്റ്. ഞാൻ കൂടുതൽ ലിസൺ ചെയ്ത് അനീസിസ് എന്ന് പറഞ്ഞ ആൽബമാണ്. Hey guys, welcome back to another new video. So ഇന്ന് പറയുന്നത് day 3. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഷോൾഡേഴ്സ് ആണ്. ഷോൾഡേഴ്സിന്റെ 1 rep max എന്ന് പറയുന്നത് 84 കിലോ ആയിരുന്നു. സോ ഇന്ന് ഞാൻ 95% ഓഫ് മൈ 1 rep max ആയിരിക്കും ചെയ്യണേ, വിച്ച് ഇസ് 80 കിലോ ഓവർഹെഡ് പ്രസ്. അത് കഴിഞ്ഞ് ആക്സറി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബെഞ്ചാണ്. ബെഞ്ച് കൂടുതൽ ഹൈപ്പർട്രോഫി വർക്കൗട്ട് ആയിരിക്കും ചെയ്യണത്. ഓൾസോ ഐ ബി ഡൂയിങ് സം സ്റ്റാറ്റിക് ഹോൾഡ്സ് ഓൺ ബെഞ്ച് പ്രസ്. നമുക്ക് അടിക്കാൻ പറ്റാത്ത വെയിറ്റ് വെച്ചിട്ട് സ്റ്റാറ്റിക് ഹോൾഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും ഇന്ന്. സോ അതാണ് ബേസിക്കലി നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് പ്ലാൻ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ടുഡേയ്സ് സെഷൻ. വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഓക്കെ ഗായ്സ്, സോ നമ്മളങ്ങനെ ഷോൾഡേഴ്സിൻ്റെ ലാസ്റ്റത്തെ സിംഗിൾ ടോപ്പ് സെറ്റ് എത്തി 80 കിലോ. അത് നമ്മൾ 1 rep അടിക്കും. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് വർക്കിംഗ് സെറ്റ്സിലേക്ക് പോകും. സോ ലെറ്റ്സ് ഗെറ്റ് അവർ ലാസ്റ്റ് സിംഗിൾ ടോപ്പ് സെറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സിംഗിൾ ടോപ്പ് സെറ്റ് കഴിഞ്ഞു. അത്ര ഈസി ആയിരുന്നില്ല, ബട്ട് ഇറ്റ് വാസ് ആൻ ഓക്കേയിൽ. എന്തായാലും അത് തീർന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് സെറ്റ്സിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വർക്കിംഗ് സെറ്റ്സ് ആൻഡ് ഫിനിഷ് ഓഫ് ദി സെഷൻ. ഓൾറൈറ്റ് ഗായ്സ്, സോ നമ്മുടെ ഷോൾഡേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെഞ്ചാണ്. നമുക്ക് ബെഞ്ചിലേക്ക് പോവാം. ഷോൾഡേഴ്സ് ഞാൻ സെയിം വെയിറ്റ് തന്നെയാണ് 3 വർക്കിംഗ് സെറ്റ്സിന് ഉപയോഗിച്ചത്. ആദ്യത്തെ സെറ്റ് കുറച്ച് പാടായിട്ട് തോന്നെങ്കിലും അത് കഴിഞ്ഞ് ചെയ്ത 2 സെറ്റ്സ് ഈസി ആയിരുന്നു. സോ അതുകൊണ്ട് സെയിം വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. എനിവൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ബെഞ്ച് നൗ. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ നെക്സ്റ്റത്തെ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഹോൾഡാണ്. നമുക്ക് അടിക്കാൻ പറ്റാത്ത വെയിറ്റ് വെച്ചിട്ട് 5 to 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് അടിക്കാൻ പറ്റാത്ത ലോഡാണ്. അത് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാണ് ഞാൻ.
ഇത് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ചിലെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് ട്രൈ ചെയ്യണത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബെഞ്ചിൽ സ്ട്രെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡും ട്രൈ ചെയ്യാം. ബട്ട് ഈ മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ സേഫ്റ്റി നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒന്നില്ലെങ്കിൽ സപ്പോർട്ട് ബാർ എന്തെങ്കിലും വേണം, അതല്ലാന്നുണ്ടെങ്കിൽ സ്പോട്ടറായിട്ട് ആരെങ്കിലും വേണം ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ. സോ സേഫ്റ്റി ഫസ്റ്റ്, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ വീക്ക് 3 RP9 വെച്ചിട്ടുള്ള ഷോൾഡേഴ്സും കഴിഞ്ഞു, ആക്സറായിട്ട് നമ്മൾ ചെസ്റ്റ് ചെയ്തു. സോ ഇനി ഈ വീക്കിൽ 1 more സെഷൻ കൂടി ഉണ്ട്, ഡെഡ് ലിഫ്റ്റ് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡീലോഡ് വീക്കാണ്. സോ ഡെഡ് ലിഫ്റ്റ് സെഷനായിട്ട് നിങ്ങളെ വീണ്ടും കാണാം നാളെ. അതുവരേക്ക് ടേക്ക് കെയർ, ബൈ, ട്രെയിൻ സേഫ്. ഓക്കെ ഗായ്സ്, സോ നമ്മളങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഡേയിലേക്ക് എത്തി. വീക്ക് 3 ഫസ്റ്റ് മെസോസൈക്കിൾ ലാസ്റ്റ് ഡേ. ഇന്ന് നമ്മൾ ഡെഡ് ലിഫ്റ്റ് ആണ് മെയിൻ ഫോക്കസ്, ഡെഡ് ലിഫ്റ്റ് ആൻഡ് ബാർബിൾ റോസ്. ബട്ട് നമ്മുടെ മെയിൻ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഡെഡ് ലിഫ്റ്റ് ആയിരിക്കും. RP9 വെച്ചിട്ട് നമ്മൾ സിംഗിൾ ടോപ്പ് സെറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് 3 വർക്കിംഗ് സെറ്റ്സ് അടിക്കും. ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ദ ഡേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ഡീലോഡ് വീക്കാണ്, ഫുൾ വീക്ക് ഡീലോഡ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മുടെ സെക്കൻഡ് മെസോസൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണത് again from RP 7, 8, 9. So എന്തായാലും നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഈ വീക്ക് ഫിനിഷ് ചെയ്യാം. Let's get into the gym. I'll see you guys in the gym. Alright guys, so ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ സിംഗിൾ ടോപ്പ് സെറ്റ് ഡെഡ് ലിഫ്റ്റിന്റെ 135 കിലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റത്തെ സെറ്റ് അടിച്ചപ്പോൾ എൻ്റെ ഗ്രിപ്പ് ഫെയിൽ ചെയ്തു. എൻ്റെ ഗ്രിപ്പ് സ്ട്രെങ്ത് വളരെ കുറവാണ്, അതെനിക്ക് കൂട്ടിയെടുക്കണം എന്തായാലും. ഞാൻ അതുകൊണ്ടാണ് സ്ട്രാപ്സ് ഉപയോഗിച്ചത്. ഈ സെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ സിംഗിൾ ടോപ്പ് സെറ്റ് എത്തി കഴിയുമ്പോൾ എനിക്ക് സ്ട്രാപ്സ് ഉപയോഗിക്കേണ്ടി വന്നു. കാരണം ഞാനിപ്പോൾ അതല്ലാതെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ബാക്ക് പോയതിനെ, അത് മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയാണ്, ഗ്രിപ്പ് സ്ട്രെങ്ത് ഒട്ടും ഇല്ലാത്തതുകൊണ്ട്. സോ സ്ട്രാപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് അടിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് സ്ട്രാപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് കൂട്ടിയിട്ടൊന്ന് അടിക്കാൻ പറ്റും. ബട്ട് ഞാൻ എന്തായാലും അടിക്കാനുള്ള കാരണം നമ്മുടെ 1 rep max എന്ന് പറയുന്നത് 315 ആയിരുന്നു. സോ അതുകൊണ്ട് 95% 135 കിലോയിൽ നമ്മൾ ഈ ഫിനിഷ് സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വർക്കിംഗ് സെറ്റ്സിലേക്ക് പോവാണ്. വർക്കിംഗ് സെറ്റ്സ് ഞാൻ സ്ട്രാപ്സ് ഉപയോഗിക്കാൻ പോവാണ്. കാരണം എന്ന് പറയുന്നത് എൻ്റെ കൈ ഭയങ്കര സ്ലിപ്പറി ആയിട്ടൊക്കെയാണ്. ഞാനിപ്പോൾ ചോക്കൊന്നും ഉപയോഗിക്കണില്ല, ചോക്ക് ഉപയോഗിച്ച് തുടങ്ങണം. അറ്റ്ലീസ്റ്റ് എങ്കിലും ആ ടോപ്പ് സെറ്റ് വരുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് തുടങ്ങണം. അതല്ലെങ്കിൽ എൻ്റെ ഗ്രിപ്പ് സ്ട്രെങ്ത് വർദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ട്രാപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഗ്രിപ്പ് സ്ട്രെങ്ത് നമുക്ക് ഗെയിൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. എന്തായാലും നമുക്ക് നമ്മുടെ വർക്കിംഗ് സെറ്റ്സിലേക്ക് പോവാം. 3 വർക്കിംഗ് സെറ്റ്സ്, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ഡൺ. ഗായ്സ് എൻ്റെ കണ്ണ് ചുവന്ന് മിക്കവാറും ഇപ്പം പുറത്തേക്ക് ആടുന്നു തോന്നുന്നു. ഐ ബോൾസൊക്കെ കിട്ടിയ സെഷനായിരുന്നു. ഐ ലൈക്ക് ഡേ. സ്ട്രാപ്സ് ഉപയോഗിച്ചപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഗ്രിപ്പ് സ്ട്രെങ്ത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് ഇമ്പ്രൂവ് ആക്കി എടുക്കണം. ഓക്കെ ഗായ്സ്, സോ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡെഡ് ലിഫ്റ്റ് സെഷൻ. നെക്സ്റ്റ് നമുക്ക് ഇനി ബാർബിൾ റോസിലേക്ക് പോകാം. കുറച്ച് ബാർബിൾ റോസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ വീക്കിലെ സെഷൻ തീർക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ബാർബിൾ റോസ് നൗ.
ഓക്കെ ഗായ്സ്, സോ നമ്മുടെ ഈ ആഴ്ചത്തെ വർക്കൗട്ട് തീർന്നു. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഡീലോഡ് വീക്കാണ്. ലൈറ്റർ വെയ്റ്റ്സ് ആയിട്ട് നിങ്ങൾ വീണ്ടും കാണാം. അതുവരേക്ക് ഹാവ് എ ഗുഡ് വീക്കെൻഡ്. ട്രെയിൻ സേഫ്. ബൈ.